പിണറായി വിജയന്റെ പാത തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം അവിടുത്തെ സർക്കാരും പിന്തുടരുന്നത്. കാരണം സാമ്പത്തികമായി വലിയ തകർച്ചയിലാണെങ്കിലും ആഡംബരത്തിന് കുറവൊന്നുമില്ല. 13 ജെറ്റ് വിമാനങ്ങൾ ഹെലികോപ്റ്ററുകളുമാണ് വാങ്ങാൻ പോകുന്നത്. അതിനി എന്താ ഈ സ്വതന്ത്ര രാജ്യമായി മാറുമോ? അല്ല, അങ്ങനെയൊക്കെയാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഈ കർണാടക എന്തോ ഒരു സ്വതന്ത്ര രാജ്യമാണ്, ഈ ഞങ്ങൾക്ക് തീറെഴുതി തന്നിരിക്കുകയാണ് സ്നേഹത്തിന്റെ കട. സ്നേഹത്തിന്റെ കട തുറന്നത് രാഹുൽ ഗാന്ധി ആണെങ്കിലും ആ കടയിലെ വിൽപ്പന മുഴുവനും നിയന്ത്രിക്കുന്നത് സിദ്ധരാമയ്യയാണ്. അതിലിപ്പോൾ കർണാടക സർക്കാർ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മുമ്പ് കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളൊന്നും തന്നെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നില്ല. ഇതൊക്കെ വലിയ വ്യവസായങ്ങളുണ്ട്, വലിയ വലിയ തൊഴിൽശാലകളുണ്ട്, അവർക്ക് നല്ല കാർഷിക വൃത്തിയിലും കാർഷിക മേഖലയിലും വളരെ മുന്നിലായിരുന്നു. അങ്ങനെയൊക്കെ വലിയ നേട്ടങ്ങൾ അവകാശപ്പെടാനുണ്ടായിരുന്ന സംസ്ഥാനം ഇപ്പോൾ കൂപ്പുകുത്തിയിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. ഈ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ദൂർത്താണ് ഒരു കാരണം. 2, സൗജന്യം, ഫ്രീ ബീസ്, സൗജന്യ സേവനം ഇങ്ങനെ എമ്പാടും. സ്ത്രീകൾക്ക് ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കണ്ട, അവർക്ക് എവിടെയും പോകാം. സ്ത്രീകൾ കൂട്ടമായിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ യാത്ര പോവുകയാണ്, വിനോദസഞ്ചാരത്തിന് പോവുകയാണ്, തീർത്ഥാടനത്തിന് പോവുകയാണ്. അപ്പോൾ തെക്കൻ കർണാടകത്തിൽ നിന്ന് വടക്കൻ കർണാടകത്തിലേക്കും, വടക്കൻ കർണാടകത്തിൽ നിന്ന് തെക്കൻ കർണാടകത്തിലേക്കും, അതുപോലെ കിഴക്കൻ കർണാടകത്തിലേക്കും ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയാണ് ആൾക്കാർ. പ്രത്യേകിച്ച് ഒരു ഇതുമില്ല, വിനോദസഞ്ചാരം, തീർത്ഥാടനം, കാരണം ഫ്രീ ആണ്. അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ബസ് ഓടിക്കാനുള്ള ഡീസൽ എവിടെ നിന്ന് കിട്ടും? ഇത് ഓടിക്കുന്ന ഡ്രൈവറിനും കണ്ടക്ടർക്കും ആര് ശമ്പളം കൊടുക്കും? അത് ഈ സർക്കാരിൻ്റെ പിടിപ്പുകെട്ട നയം കൊണ്ടുണ്ടായതാണ് ഇത്. ഇരിക്കട്ടെ, ഇപ്പോഴത്തെ ഏറ്റവും പുതുതായിട്ട് അവിടെ 13 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ജെറ്റ് വിമാനം വാങ്ങാൻ ഒരുങ്ങുകയാണ് കർണാടക സർക്കാർ. അതുപോലെ തന്നെ 5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹെലികോപ്റ്ററും. അതിനവർ പറയുന്ന ന്യായം ഈ VVIPകൾക്ക്, മുഖ്യമന്ത്രി അടക്കമുള്ള VVIPകൾക്ക് യാത്ര ചെയ്യാൻ സൗകര്യങ്ങളില്ല എന്നാണ്. ഇവരെന്ത് യാത്ര ചെയ്യാനാണ് എന്ന ചോദ്യം ആരും ചോദിക്കാൻ പാടില്ല. അവർക്ക് യാത്ര ചെയ്യാൻ ഈ 13 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ജെറ്റ് വിമാനവും 5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഹെലികോപ്റ്ററും വാങ്ങുന്നു എന്ന് കർണാടകയിലെ ഈ ഡെപ്യൂട്ടി CM, ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് ഇത് പറയുന്നത്. അപ്പോൾ BJP അവിടെ അതിനെതിരെ വലിയ പ്രതിപക്ഷത്ത് BJP ആണല്ലോ. BJP വലിയ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ BJP പറയുന്നതനുസരിച്ചാണെങ്കിൽ 2023-24 ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ യാത്രയ്ക്ക് ഏതാണ്ട് 13.38 കോടി രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത്. അതുപോലെ 24-25 അത് 21.20 കോടിയാണ് ചിലവഴിച്ചിരിക്കുന്നത്. ഇങ്ങനെ വലിയ രീതിയിൽ പണം ചെലവഴിച്ച് വലിയ ആർഭാട യാത്രകളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടെ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഇതിനുള്ള പണം എവിടുന്ന് കണ്ടെത്തും? ഈ ജെറ്റ് വിമാനം വാങ്ങുന്നതിനുള്ള പണം, ഹെലികോപ്റ്റർ വാങ്ങുന്നതിനുള്ള പണം എവിടുന്ന് കണ്ടെത്തും എന്ന ചോദ്യമില്ല. പണം കണ്ടെത്തും, അത് സർക്കാർ ഖജനാവിലുണ്ട്. ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടായാലും, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടായാലും, ഈ സാമ്പത്തികപരമായി പിന്നീട് ഈ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള തമ്മിലടി, കർണാടകയിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ കോൺഗ്രസിന് ഒരു മാതൃകയായി കാണിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായിരുന്നു. അവിടെ മികച്ച പ്രകടനം നടത്തി സാമ്പത്തിക ഭദ്രത കൈവരിച്ച ശേഷം ഈ മോദി ഉയർത്തിക്കാട്ടിയത് ഗുജറാത്ത് മോഡലാണ്. അപ്പോൾ ഒരു കർണാടക മോഡലായി ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു സംസ്ഥാനത്തെ ഈ കളഞ്ഞു കുളിക്കുകയാണല്ലോ കോൺഗ്രസ്. തീർച്ചയായിട്ടും അവിടെ ഈ BJP സർക്കാരിനെതിരെ വലിയ ശക്തമായ ജനരോഷമുണ്ടായിരുന്നു കർണാടകയിൽ. കാരണം അവിടെ യെദ്യൂരപ്പ മാറി, പുതിയ ആൾ ബൊമ്മ വന്നു. ബൊമ്മയുമായിട്ട് ഇടയ്ക്ക് നേരത്തെ അതിനു മുമ്പ് പലരും വന്നു. സദാനന്ദ ഗൗഡയൊക്കെ അവിടെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് പണ്ട്. പക്ഷെ അവിടെ വലിയ രീതിയിൽ BJPക്ക് ഉള്ളിൽ അന്തഛിദ്രമുണ്ടായിരുന്നു. ഈ യെദ്യൂരപ്പ വിരുദ്ധ ഗ്രൂപ്പും വളരെ ശക്തമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. രണ്ടുപേരും പരസ്പരം പാലം വലിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും അവിടെ BJP 66 സീറ്റ് എന്തോ നേടി എന്നുള്ളതാണ് ഞാൻ അത്ഭുതമായിട്ട് കാണുന്നത്. കാരണം വലിയ രീതിയിൽ BJP തകർന്നു പോകുമെന്ന് കരുതിയ ഒരു സ്ഥലമാണ്. അവസാന നിമിഷം നരേന്ദ്രമോദി വന്ന് കുറേ റാലികളിലൊക്കെ പങ്കെടുത്ത് നരേന്ദ്രമോദിയുടെ ഒരു എഫക്റ്റ് കൊണ്ട് അവിടെ 66 സീറ്റ് കിട്ടി. എന്തായാലും ഇപ്പോൾ അവിടെ യെദ്യൂരപ്പയുടെ മകനാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹം മുന്നോട്ട് പോകുന്നു. BJP വളരെ ശക്തമായ നിലയിൽ തന്നെയാണ് അവിടെ പ്രതിപക്ഷത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് തിരിച്ചു പിടിച്ചു BJP. അപ്പോൾ ഇങ്ങനെയെല്ലാം വന്ന ഒരു സാഹചര്യത്തിൽ ശരിക്കും കോൺഗ്രസ്സിന് അവിടെ, കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞത് സ്നേഹത്തിൻ്റെ കട തുറന്നു എന്നാണ്. ആ സ്നേഹത്തിൻ്റെ കട നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവിടെ ഭരണം കാഴ്ചവെച്ചിരുന്നെങ്കിൽ
അവിടെ ശക്തമായിട്ട് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാമായിരുന്നു. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത്രയും വലിയ ഒരു തിരിച്ചടി കോൺഗ്രസ്സിന് കിട്ടില്ലായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഭരണത്തിൽ കയറിയ ദിവസം മുതൽ സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിൽ ഭയങ്കര പോരായിരുന്നു. ആ പോരിപ്പോഴും അവസാനിച്ചിട്ടില്ല. അവസാനിക്കണമെങ്കിൽ ശിവകുമാർ മുഖ്യമന്ത്രിയായി വരണം. അങ്ങനെ ശിവകുമാർ മുഖ്യമന്ത്രിയായാൽ സിദ്ധരാമയ്യ മറ്റൊരു വശത്തുനിന്ന് വലിയ രീതിയിൽ പാലം വലിക്കും. അങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ സ്ത്രീ സുരക്ഷ അതാകെ അവതാളത്തിലായിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഈ പറഞ്ഞ ഫ്രീബീസ്, ഈ സൗജന്യ കൊടുക്കുന്നത് കൊണ്ട് സർക്കാർ വഹിക്കേണ്ടി വരുന്ന സാമ്പത്തിക പ്രതിസന്ധി, അതുമൂലം സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി, അതോടൊപ്പം തന്നെ സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷത്തിന് വാരിക്കോരി കൊടുക്കും. ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത് അവിടെ സംവരണം വലിയ രീതിയിൽ ഈ OBC സംവരണം 32% വെച്ചിരിക്കുകയാണ്. സംവരണം നമുക്കറിയാം 50% പുറത്തു പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 49% സംവരണവും 51% ജനറൽ കോട്ടയാണ്. ഇപ്പോഴത് 56% സംവരണവും 44% ജനറൽ കോട്ടയായിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അത് വലിയ തിരിച്ചടി കർണാടകയിൽ കോൺഗ്രസ്സിന് ഉണ്ടാക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ പറഞ്ഞതുപോലെ OBC സംവരണം നിലനിർത്തിക്കൊണ്ട് SC സംവരണവും ST സംവരണവും ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ സംവരണം ശകലം കൂട്ടിയിട്ടുണ്ട്. ഈ OBC 32% ആയതിന് കാരണം മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംവരണം അധികമായിട്ട് അവർക്ക് OBCക്ക് ഉള്ളിൽ പ്രത്യേക സംവരണം ഏർപ്പെടുത്തി നൽകുന്നത് കൊണ്ടാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇതിനെതിരെ വളരെ ശക്തമായ പ്രക്ഷോഭങ്ങളും നിയമ പോരാട്ടങ്ങളും നടന്നു വരികയാണ് കർണാടകയിൽ. ഇത് കോൺഗ്രസ് ഭരിക്കുന്ന മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ DMKയും ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസും ഒക്കെ ഇത് ചെയ്യുകയാണ്. ഈ മുസ്ലിം പ്രീണന രാഷ്ട്രീയം ഇവർ വളരെ ഭംഗിയായിട്ട് പയറ്റുകയാണ്. ഒപ്പം ഈ മേമ്പൊടിക്ക് BJP പേടിയും നരേന്ദ്രമോദി പേടിയും BJP വിരോധവും എല്ലാം കുത്തിവെക്കുമ്പോൾ ഈ മുസ്ലിങ്ങളുടെ വോട്ട് കൃത്യമായിട്ടും അത് ഇവരുടെ പെട്ടിയിൽ വീഴും. BJP വിരുദ്ധ ചേരിയിലേക്ക് ആ വോട്ടുകൾ ഒരുമിക്കുന്നുണ്ട്. ഇതാണ് കർണാടകയിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വിമാനം വാങ്ങുന്നത്, ഈ വിമാനം വാങ്ങുന്നതിനെ ന്യായീകരിക്കാൻ അവർ പറയുന്നത് വളരെ ബാലിശമായ കാര്യങ്ങളാണ്. അതായത് ഈ പറഞ്ഞതുപോലെ VIP-മാരുടെ സെക്യൂരിറ്റി പ്രോബ്ലം, അവർക്ക് യാത്ര ചെയ്യാൻ, അവർക്ക് പറഞ്ഞതുപോലെ ദൂരയാത്ര, ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിൽ തന്നെയുള്ള മറ്റേതെങ്കിലും ഒരു ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോകേണ്ടി വരുന്നു, അതിന് വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അങ്ങനെ ഒരുപാട്. അത് വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ജെറ്റ് ഉണ്ട്, ഹെലികോപ്റ്റർ. എന്തായാലും രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർക്ക് ബാംഗ്ലൂരിലേക്ക് ഇനി യാത്ര എളുപ്പം ചെയ്യാം. കാരണം അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ലഭിച്ചിരിക്കുന്ന ബാംഗ്ലൂരിൽ നിന്നാണ്. മാങ്കൂട്ടത്തിൽ നിന്നൊക്കെ എത്ര കണ്ട് അവിടെ ഇത് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. അല്ല, കോൺഗ്രസ് അവരെയൊക്കെ VIP ആയിട്ട് ട്രീറ്റ് ചെയ്യും. പാലക്കാട് നിന്നും ബാംഗ്ലൂരിലേക്ക് വിമാനയാത്ര അല്ല, പക്ഷെ പാലക്കാട് വിമാനത്താവളം ഇല്ല, അതാണ് ഒരു പ്രശ്നം. പിന്നെ ഹെലികോപ്റ്റർ ഉണ്ട്, ഹെലിപാഡ് ഉപയോഗിച്ച് ഹെലികോപ്റ്റർ വരുത്തി ഹെലിപാഡിൽ നിന്നും ഹെലികോപ്റ്ററിൽ കയറി യാത്ര ചെയ്യാം, അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർണാടകയിലെ അടിസ്ഥാന ജനവിഭാഗത്തെ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ നാട്ടിലെ ഒരു സംസ്ഥാന സർക്കാർ ഇത്രയൊക്കെ ആർഭാടം കാണിക്കാൻ മാത്രമുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലാണോ അവർ? എനിക്കതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല. എന്താണ് ഈ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? അതോ ഇവരെല്ലാവരും രാഹുൽ ഗാന്ധിക്ക് പഠിക്കുകയാണോ? ഈ കോൺഗ്രസ്സിനകത്ത് മണ്ടന്മാരായ ആൾക്കാർ മാത്രമേ ഉള്ളൂ? എനിക്കതിൻ്റെ എന്താണ് കോൺഗ്രസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതോ ഇത് അവസാനത്തെ ഭരണമാണ്, ഇനി ഞങ്ങൾക്ക് ഭരണം കിട്ടില്ല, അതുകൊണ്ട് പരമാവധി ഇപ്പോൾ സുഖിക്കുക എന്നാണോ ഈ നേതാക്കൾ ഉദ്ദേശിക്കുന്നത്? സിദ്ധരാമയ്യെ പോലെയുള്ളവർക്ക് അങ്ങനെ ഒരു പക്ഷേ ഒരു തോന്നലുണ്ടാകും. കാരണം ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉള്ള പ്രായം, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പരമാവധി ഈ ഇരിക്കുന്ന കാലം പരമാവധി സുഖിക്കുക, എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കുക, അങ്ങനെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്തായാലും ഇത് വലിയ അപകടത്തിലേക്കാണ് കോൺഗ്രസിനെ കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ചും കർണാടകയെ പോലെ സമ്പന്നമായ പശ്ചാത്തലമുള്ള ഒരു സംസ്ഥാനത്തെ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂടെ തള്ളിവിട്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന ഗവൺമെൻറ്റിന് ഇനി ഒരു പക്ഷേ അടുത്ത ഗവൺമെൻറ്, അത് കോൺഗ്രസിൻ്റെ ആയാലും BJPയുടെ ആയാലും ജനതാദളിൻ്റെ ആയാലും, അവരെ സംബന്ധിച്ചിടത്തോളം ഈ കർണാടക സുഗമമായി ഭരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പരിസ്ഥിതിയിലേക്ക്, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അതിനെ തള്ളിവിട്ടിരിക്കുകയാണ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.